ഷീജ, ഗുഡ് മോർണിംഗ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മുരാരി ബാബുവിന്റെ അറസ്റ്റിനെ തുടർന്ന് കൂടുതൽ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരിലേക്ക് അന്വേഷണം നീങ്ങുന്നു എന്നതാണ്. ഒരുപക്ഷെ വരും സമയങ്ങളിൽ അന്ന് ഈ തട്ടിപ്പിന്റെ ഭാഗമായി കൂട്ടുനിന്ന പല ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും അറസ്റ്റിലാകാനുള്ള സാധ്യതയാണോ ഈ ഘട്ടത്തിൽ നമ്മൾ കാണുന്നത്? ഗുഡ് മോർണിംഗ് മനു. തീർച്ചയായും ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രീതിയിൽ ഒരു ലിസ്റ്റ് തയ്യാറാക്കി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പ്രതികളുടെ കാര്യത്തിൽ അതിൻ്റെ ഭാഗമായി തന്നെയാണ് ആദ്യം തന്നെ മുഖ്യപ്രതിയെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ വാങ്ങുന്നു. അതിനുശേഷം രണ്ടാം പ്രതിയായിട്ടുള്ള മുരാരി ബാബുവിനെ കഴിഞ്ഞ ദിവസമാണ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ടായിരുന്നത്. ഇന്നലെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തിരുന്നു. കസ്റ്റഡി അപേക്ഷ സംബന്ധിച്ചുള്ള കാര്യത്തിൽ ഇനിയായിരിക്കും പ്രത്യേക അന്വേഷണ സംഘം മുരാരി ബാബുവിനെ കസ്റ്റഡിയിൽ വേണമെന്നുള്ള അപേക്ഷ നൽകുക. നിലവിലിപ്പോൾ റിമാൻഡിലാണ് മുരാരി ബാബു ഉള്ളത്. അതായത് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനി അടുത്ത പ്രതികളിലേക്ക് കടക്കുക. അടുത്ത പ്രതികൾ എന്ന് പറയുമ്പോൾ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരായിരുന്നവർ തന്നെയാണ് 2019 ഈ തട്ടിപ്പിന് കൂട്ടുനിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അന്നത്തെ ബോർഡ് സെക്രട്ടറി ആയിരുന്ന ജയശ്രീ, അതോടൊപ്പം തന്നെ 2 തിരുവാഭരണ കമ്മീഷണർമാർ ഉൾപ്പെടെയുള്ളവർ ഈ പ്രതിപട്ടികയിൽ ഉണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ അടുത്തത് ആരെയായിരിക്കും കസ്റ്റഡിയിലെടുക്കുക, ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യലിന് വേണ്ടി കസ്റ്റഡിയിലെടുക്കുക എന്നുള്ളത് തന്നെയാണ് ഇനി ഏറെ നിർണായകമാകുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2019 നിരവധി ഭാഗങ്ങളിൽ നിന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സഹായം ലഭിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ അന്നത്തെ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ലഭിച്ച സഹായമാണ്. അതിൽ മുരാരി ബാബുവാണ് പ്രധാനി എന്ന് പറയുന്നത്. സ്വർണ്ണപ്പാളി ചെമ്പുപാളിയാണ് എന്നുള്ള റിപ്പോർട്ട് നൽകി. അത് ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു എന്നുള്ളത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും നിലവിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോഴും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ തന്നെയാണുള്ളത്. ഈ മാസം 30 വരെ കസ്റ്റഡിയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം ഇരുത്തി തന്നെയാണ് കഴിഞ്ഞ ദിവസം മുരാരി ബാബുവിന്റെ ചോദ്യം ചെയ്യലും നടന്നിട്ടുണ്ടായിരുന്നത്. ആദ്യഘട്ട ചോദ്യം ചെയ്യൽ മാത്രമാണ് മുരാരി ബാബുവിൻ്റെത് പൂർത്തിയായിട്ടുള്ളത്. മുരാരി ബാബുവിന്റെ ഭാഗത്ത് നിന്നുണ്ടായ തെറ്റ്, മുരാരി ബാബു ആ ഗൂഢാലോചനയുടെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിൽ ഒരു നീക്കം നടത്തിയത് എന്നുള്ളത് ഉണ്ണികൃഷ്ണൻ പോറ്റി ആ രീതിയിൽ കാര്യങ്ങൾ തെളിവുകളുടെ അന്വേഷണ സംഘം തെളിവുകൾ നിരത്തിയപ്പോൾ സമ്മതിച്ചെങ്കിൽ പോലും മുരാരി ബാബു ആ രീതിയിൽ സമ്മതിക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസത്തെ ചോദ്യം ചെയ്യലിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത്. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടും മറ്റുദ്യോഗസ്ഥരിലേക്ക് കൂടി വേഗത്തിൽ കടക്കുക എന്നുള്ളതാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായി അടുത്ത പ്രതിപട്ടികയിലുള്ളവരുടെ കസ്റ്റഡി അത് ഉടൻ തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ എന്ന് പറയുന്നത്. അതിനൊപ്പം തന്നെ മറ്റൊന്നുള്ളത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി നിലവിൽ ഇപ്പോഴും കസ്റ്റഡിയിലാണ്. അപ്പോൾ ഇനി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കേണ്ടതുണ്ട്. നേരത്തെ ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശബരിമലയിൽ നേരിട്ടെത്തിച്ച് തെളിവെടുപ്പ് നടത്തേണ്ട സാഹചര്യം അത് രാഷ്ട്രപതിയുടെ സന്ദർശനത്തെ തുടർന്ന് ഒഴിവാക്കിയിരുന്നു. അതിനുശേഷം സാവധാനത്തിൽ ശബരിമലയിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്താം എന്നുള്ള ആലോചനയാണ് പ്രധാനമായും പ്രത്യേക അന്വേഷണ സംഘത്തിനുണ്ടായിരുന്നത്. അത് ആ രീതിയിൽ ഇനി എവിടെയായിരിക്കും ആദ്യ തെളിവെടുപ്പ് എന്നതിലാണ് വ്യക്തത വരേണ്ടത്. കാരണം ശബരിമലയിലായിരിക്കുമോ ആദ്യം എത്തിക്കുക, അതോ ബംഗളൂരുവിലാണോ? തട്ടിപ്പിന്റെ കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് ബംഗളൂരു, ഹൈദരാബാദ്, ചെന്നൈ എന്നിവിടങ്ങളായിരുന്നു. അപ്പോൾ അവിടങ്ങളിൽ എത്തിക്കുന്നതിൽ എവിടെയായിരിക്കും ആദ്യ തെളിവെടുപ്പ് എന്നതിൽ ഇനിയും വ്യക്തത കൈവരിക്കാൻ സാധിച്ചിട്ടില്ല. പ്രത്യേകിച്ചും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കം എന്ന് പറയുന്നത് അത് ആ രീതിയിൽ പുറത്തേക്ക് ആർക്കും അറിയാൻ സാധിക്കാത്തൊരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. തെളിവെടുപ്പിന് കൊണ്ടുപോകുമ്പോൾ മാത്രമായിരിക്കും അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത കൈവരിക്കാൻ സാധിക്കുക. മനു, ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിർണായകമായിട്ടുള്ളൊരു ഘട്ടത്തിലൂടെ തന്നെയാണ് ഇപ്പോൾ കേസിന്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഈ കേസിന്റെ അന്വേഷണം ഒരു ഭാഗത്ത് പുരോഗമിക്കുമ്പോഴാണ് മനു സൂചിപ്പിച്ചതുപോലെ നിർണായകമായിട്ടുള്ള ദേവസ്വം ബോർഡിന്റെ യോഗം കൂടി ഇന്ന് ചേരുന്നുണ്ട്. ദേവസ്വം ബോർഡിന്റെ യോഗത്തിൽ കഴിഞ്ഞ ദിവസമാണ് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് നിലവിലുള്ള ദേവസ്വം ബോർഡിനെതിരെ ചില പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നത്. ആ പരാമർശങ്ങൾ നീക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ അതേ ദേവസ്വം ബെഞ്ചിനെ തന്നെ സമീപിക്കുവാൻ വേണ്ടി ദേവസ്വം ബോർഡ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ആ ബോർഡിന്റെ തുടർ നടപടികൾ വേഗത്തിലാക്കുന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകും എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് ഇപ്പോൾ ഹൈക്കോടതിയുടെ ആ പരാമർശം വന്നതിന് ശേഷം അതെങ്ങനെ വന്നു എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ആ പരാമർശം വന്നതിന് ശേഷം ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിനെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് മാധ്യമങ്ങൾ വലിയ തോതിൽ വാർത്ത എഴുതുന്നുണ്ട്. പ്രത്യേകിച്ച് മലയാള മനോരമയൊക്കെ ദേവസ്വം ബോർഡ് പ്രശാന്ത് കുടുങ്ങും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ തോതിൽ വാർത്ത എഴുതുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്.
ആ ഘട്ടത്തിലാണ് ഹൈക്കോടതിയിലേക്ക് പോകാൻ ദേവസ്വം ബോർഡ് തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഷീജ തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ പുറത്തുവിട്ട പ്രധാനപ്പെട്ട രേഖകളുണ്ടല്ലോ, 2024 എന്താണ് സംഭവിച്ചതെന്ന്, എന്തിനാണ് അറ്റകുറ്റപ്പണി വേണ്ടി വന്നതെന്ന് തന്ത്രിയുടെ കത്തുണ്ടായിരുന്നു. അതിന് രേഖ നമ്മൾ പുറത്തുവിട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏത് സാഹചര്യത്തിലാണ് മദ്രാസിലേക്ക് കൊണ്ടുവന്നത്, അയാൾക്ക് 40 വർഷത്തെ വാറണ്ടിയുണ്ട്. ആ വാറണ്ടിയുടെ രേഖകൾ നമ്മൾ പുറത്തുവിട്ടിട്ടുണ്ട്. മാത്രമല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈകളിൽ കൊടുത്തുവിടുകയായിരുന്നില്ല ഈ ദേവസ്വം ബോർഡ് ചെയ്തത്. പകരം അത് കൃത്യമായ നിയമ നടപടികൾ പാലിച്ച് ചെന്നൈയിൽ എത്തിക്കുന്നു. അവിടേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി സ്പോൺസർ ആയതുകൊണ്ട്, വാറണ്ടി അയാളുടെ പേരിലായതുകൊണ്ട് വരിക മാത്രമാണ് ചെയ്തത്. അതല്ലേ അതിന്റെ യഥാർത്ഥ വസ്തുത എന്ന് പറയുന്നത്? തീർച്ചയായും മനു, അത് തന്നെയാണ്. കാരണം ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ പരാമർശം അത് വലിയ തോതിൽ നിലവിലെ ദേവസ്വം ബോർഡിനെ സംശയത്തിന്റെ നിഴലിലേക്ക് എത്തിച്ചിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ എന്താണ് 2024 സംഭവിച്ചത് എന്നത് സംബന്ധിച്ചൊരു പരിശോധന നടത്തിയത്. അതിലാണ് ആ രേഖകൾ നമുക്ക് ലഭിച്ചതും ആ രേഖകളിലൂടെ കാര്യങ്ങൾ നമ്മൾ വിശദമാക്കിയതും. അതിൽ കൃത്യമായ രീതിയിൽ തന്നെ ആ രേഖകൾ പരിശോധിച്ചാൽ മനസ്സിലാകും, ക്ഷേത്രം അതായത് ശബരിമല തന്ത്രിയാണ് ആദ്യം തന്നെ ഈ ദ്വാരപാലക ശില്പങ്ങളിൽ അറ്റകുറ്റപ്പണി നടത്തേണ്ടതുണ്ട്, ഒന്നുകൂടി സ്വർണം പൂശേണ്ടതുണ്ട് എന്നുള്ളൊരു ശുപാർശ അത് ദേവസ്വം ബോർഡിന് മുന്നിലേക്ക് വെക്കുന്നത്. ദേവസ്വം ബോർഡിന് മുന്നിലെത്തുമ്പോൾ ഉടനെ തന്നെ അതിലേക്ക് കടക്കുക എന്നുള്ളതല്ല, ആദ്യം അതിന്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നു. തന്ത്രിയാണ് ഈ കാര്യങ്ങളിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത്, അവിടെ അതിൽ അറ്റകുറ്റപ്പണി വേണമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ. അപ്പോൾ തന്ത്രിയുടെ ശുപാർശ വന്ന സാഹചര്യത്തിൽ അറ്റകുറ്റപ്പണി നടത്തണമെങ്കിൽ അതിന്റെ ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കേണ്ടതുണ്ട്. ആദ്യം എസ്റ്റിമേറ്റ് സംബന്ധിച്ചുള്ള കാര്യം ഒരു ത്തിലേക്ക് എത്തുന്നു. കൃത്യമായ രീതിയിൽ അതിൽ ബന്ധപ്പെട്ടവരെ ചുമതലപ്പെടുത്തുന്നു, അത് സംബന്ധിച്ചുള്ള ഉത്തരവുകൾ ഇറക്കുന്നു. അതിനുശേഷമാണ് ഈ സ്പോൺസർഷിപ്പ്. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിക്കാണ് 40 വർഷത്തെ സ്പോൺസർഷിപ്പ് ഉള്ളത്. അപ്പോൾ മറ്റാർക്കും ആ സ്പോൺസർഷിപ്പ് മാറ്റിക്കൊണ്ട് നൽകുവാൻ വേണ്ടി സാധിക്കുകയില്ല. ഈ ഒരു പശ്ചാത്തലത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് അപേക്ഷ വാങ്ങി അതിൻ്റെതായിട്ടുള്ള നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. പക്ഷേ ആ ഒരു ഘട്ടത്തിലാണ് മുരാരി ബാബുവിന്റെ ഇടപെടൽ ഉണ്ടാകുന്നത്. മുരാരി ബാബു ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി ഇടപെടുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം സ്മാർട്ട് ക്രിയേഷൻസിലേക്ക്, ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് ഈ സ്വർണ്ണപ്പാളികൾ നവീകരണത്തിന് വേണ്ടി കൊടുത്തുവിടണം എന്നുള്ളൊരു ശുപാർശ അത് ബോർഡിന് മുന്നിലേക്ക് മുരാരി ബാബു വയ്ക്കുന്നു. മുരാരി ബാബു 2024 എക്സിക്യൂട്ടീവ് ഓഫീസറാണ്. അപ്പോൾ ഈ ബോർഡിന് മുന്നിലേക്ക് വരുമ്പോൾ ബോർഡ് ആ ആവശ്യം നിരാകരിക്കുകയാണ് ഉണ്ടായത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം നൽകേണ്ടതില്ല, പക്ഷേ തിരുവാഭരണ കമ്മീഷണറുടെ സാന്നിധ്യത്തിൽ ആ സ്വർണ്ണപ്പാളികൾ ചെന്നൈയിലേക്ക് എത്തിക്കേണ്ടതാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി ചെന്നൈയിൽ എത്തിയാൽ മതി, അവിടെ ഈ സ്വർണം പൂശുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ മാത്രം ചെയ്താൽ മതി. ആ രീതിയിൽ നടപടിക്രമങ്ങൾ ചെയ്തു. 10 ഗ്രാം സ്വർണം പൂശി അതിനുശേഷം അത് തിരികെ തിരുവാഭരണ കമ്മീഷണറുടെ സാന്നിധ്യത്തിൽ തന്നെ ശബരിമലയിലേക്ക് തിരികെ എത്തിക്കുന്നു. അതുകൊണ്ട് തന്നെ വലിയൊരു തട്ടിപ്പ് അവിടെ ഒഴിഞ്ഞു എന്നുള്ളതാണ്. ആ ഒരു തട്ടിപ്പ് നടക്കാനുള്ളൊരു സാഹചര്യം മുരാരി ബാബു ഒരുക്കാൻ ശ്രമിച്ചെങ്കിൽ പോലും ആ തട്ടിപ്പ് അവിടെ നടന്നില്ല എന്നുള്ളതാണ് ഈ ബോർഡിന്റെ കാലത്ത് ഉണ്ടായ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അത് രേഖകളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് തീരുമാനിച്ചിരിക്കുന്നത് ഈ രേഖകൾ സഹിതം ദേവസ്വം ബെഞ്ചിനെ സമീപിക്കുക, ആ പരാമർശങ്ങൾ നീക്കണം എന്നാവശ്യപ്പെടാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ അതിന്റെ നടപടികൾ വേഗത്തിലാക്കാൻ കൂടിയായിരിക്കും ഇന്നത്തെ ബോർഡ് യോഗത്തിൽ തീരുമാനമുണ്ടാവുക. മനു, ഷീജ, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ പൊതുമധ്യത്തിൽ ലഭ്യമാണ്, അല്ലെങ്കിൽ പബ്ലിക് ഡോക്യുമെന്റ് ആണ് ഇപ്പോൾ ഷീജ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ. പക്ഷേ ഇതൊക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ടായിരിക്കാം മാധ്യമങ്ങൾ ഇപ്പോൾ ഇന്നലെ വളരെ രസകരമായിരുന്നു കാര്യങ്ങൾ. അതായത് മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്യുന്നു, അന്വേഷണം അതായത് ദേവസ്വം ബോർഡിലേക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പല മാധ്യമങ്ങളും ചർച്ച ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും, അല്ലെങ്കിൽ സർക്കാരിലേക്ക് പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ ഇതിൻ്റെ മെറിറ്റിലേക്കോ വസ്തുതകളിലേക്കോ ചർച്ചകൾ പോകരുതെന്ന് ചില മാധ്യമങ്ങളെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? അതിൻ്റെ ഭാഗമായിട്ടാണോ ഇത്തരത്തിലുള്ള ചർച്ചകളൊക്കെ സംഘടിപ്പിക്കുന്നത്? മനു, അത് സ്വാഭാവികമാണ്. കാരണം നമ്മൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ കാണുന്നതാണ് ഈ സർക്കാരിനെയും അതുമായി ബന്ധപ്പെട്ട് ആരുമായിട്ടാണോ ഇത്തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ വരുന്നത് അവരെയും പ്രതിക്കൂട്ടിലാക്കുക എന്നുള്ളത് ഒരു വിഭാഗം മാധ്യമങ്ങളുടെ സ്ഥിരം ശൈലിയായി തന്നെ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നിലവിലെ ഭരണസമിതി PS പ്രശാന്ത് അധ്യക്ഷനായിട്ടുള്ള പ്രസിഡന്റായിട്ടുള്ള നിലവിലെ ഭരണസമിതിയുടെ ഭാഗത്ത് നിന്നും ഒരു തരത്തിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സഹായിക്കുന്ന ഒരു നിലപാടും സ്വീകരിച്ചിട്ടില്ല. മറിച്ച് ഒരു തട്ടിപ്പ് ഉണ്ടാകുന്നതിൽ നിന്ന് ആ തട്ടിപ്പിനെ തടയുകയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം ഇത്തരത്തിൽ തെളിവുകൾ സഹിതം സംസാരിക്കുന്ന തെളിവുകൾ സഹിതം ഈ പൊതുമധ്യത്തിൽ ലഭ്യമാണ് എന്നിരിക്കെ അതൊന്നും കൂസാതെ ബോർഡിനെ പ്രതിസ്ഥാനത്തേക്ക് എത്തിക്കുക, ദേവസ്വം മന്ത്രിയെ പ്രതിസ്ഥാനത്തേക്ക് എത്തിക്കുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രമാണ് ചിലർ നോക്കുന്നത്. അത് ഈ പ്രതിപക്ഷത്തിന്റെ ലൈൻ അതേപോലെ സ്വീകരിക്കുന്ന ചില മാധ്യമങ്ങളുണ്ട് എന്നുള്ളതിൽ തർക്കമില്ല. ആ രീതിയിലുള്ള സമീപനമാണ് അവർ സ്വീകരിച്ചു മുന്നോട്ട് പോകുന്നത്. പക്ഷേ സർക്കാരും ദേവസ്വം ബോർഡും പറയുന്നത് ഒറ്റ കാര്യം മാത്രമാണ്, അന്വേഷണം
അന്വേഷണ പരിധിയിൽ 98 മുതൽ 2025 വരെ വന്നോട്ടെ, അതിൽ ആരുടെയൊക്കെ ഭാഗത്ത് നിന്ന് കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് കണ്ടെത്തുന്നുണ്ടോ അവർക്കെതിരെയൊക്കെ നടപടി സ്വീകരിക്കട്ടെ എന്നുള്ള സുതാര്യമായിട്ടുള്ള ഒരു നിലപാടാണ് സംസ്ഥാന സർക്കാരും അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡും സ്വീകരിക്കുന്നത്. അത് PS പ്രശാന്ത് തന്നെ നിരവധി തവണ വ്യക്തമാക്കിയിട്ടുണ്ട്. എൻ്റെ കാലയളവിൽ, അതായത് ഞാനിപ്പോൾ ചുമതലയിലുള്ള വ്യക്തിയാണ്, അപ്പോൾ എൻ്റെ കാലയളവ് വരെയുള്ള കാര്യങ്ങൾ വിശദമായി പരിശോധിക്കട്ടെ, അതിൽ എനിക്ക് ഒരു തരത്തിലുള്ള ആശങ്കയുമില്ല, എല്ലാം അന്വേഷണ പരിധിയിൽ വരട്ടെ എന്ന് തന്നെയാണ് അദ്ദേഹവും പറയുന്നത്. അപ്പോൾ അത്രത്തോളം സുതാര്യമായിരുന്നു കാര്യങ്ങൾ എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അത്തരത്തിലൊരു നിലപാട് സർക്കാരും ദേവസ്വം ബോർഡും സ്വീകരിക്കുന്നത്. പക്ഷേ ഇതൊന്നും കൂസാത്ത ഒരു നിലപാട്, പ്രതിപക്ഷ നിലപാടിനൊപ്പം നിൽക്കുന്ന ഒരു വിഭാഗം മാധ്യമങ്ങളുണ്ട്. പക്ഷേ മാധ്യമ നിലപാടിനെ അടിസ്ഥാനമാക്കിയല്ല, എന്താണ് വസ്തുത എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് സർക്കാരും ദേവസ്വം ബോർഡും അവരുടെ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നതും. മനു.